ഇപ്പൊ ഷൗമിൻ പുറത്ത് ടെലിഫോൺ ബൂത്ത് യൂസ് ചെയ്ത് കുറെ പ്രാവശ്യം റൂഷിയെ ഫോൺ വിളിച്ചു നോക്കും. പക്ഷെ അവസാനം വരെ അവന് കോള് പോകത്തേയില്ല. ഇതോടെ അവള് മൊത്തം ടെൻഷനായിട്ട് അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് പറഞ്ഞ് പേടിച്ചിരിക്കും. ഇതേ സമയം ഇവിടെ യുവാന്റെ ക്ലാസ്സിൽ പിള്ളേരെല്ലാരും കൂടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലിന്നാണ് ആർക്കേലും സഹായം വേണമെന്ന് പറഞ്ഞ് അവിടെ ഉള്ളവരോടൊക്കെ ചോദിക്കും. പക്ഷെ അവരാണ് ഇവളെ കണ്ടിട്ട് നിന്റെ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതുകൊണ്ട് ലിന്നും യുവാനെ സഹായിക്കാന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പം അവനാണ് കുഴപ്പമില്ലെന്ന് അറിയും. കാരണം ഇന്ന് ക്ലീൻ ചെയ്യുന്ന ഇവളുടെ ടീമല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ലിന്ന അത് വാങ്ങിച്ചോണ്ട് പോകുമ്പോഴാണ് അവിടേക്കാണ് ഷൗമി ഓടിയെത്തി റൂഷി നിങ്ങളെ ആരെങ്കിലും ഫോൺ വിളിച്ചോന്ന് പറഞ്ഞ് അവളും അത് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ട് ഇവാനും ഷൗമി ഞാൻ അവനെ വിളിച്ചു നോക്കി പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല. എന്നിട്ട് ഇവനും പറഞ്ഞു അവിടെ അവളാണ് മൊത്തത്തിൽ വിഷമിച്ചു പോയി. അവ ഇന്ന് സ്കൂളിലും വന്നില്ല, ഫോൺ അടിച്ചാൽ എടുക്കുന്നില്ല, രാവിലെ തൊട്ട് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. എന്നിട്ട് ഇവള് ടെൻഷൻ ആകുന്നുണ്ട്. അവ രണ്ടുപേരും അവളെ സമാനപ്പെടുത്തും. ഷൗമി നീ സമാനപ്പെട്, അവനൊന്നും പറ്റി കാണത്തില്ല, ചിലപ്പോൾ അവന്റെ ഫോണിൽ ബാറ്ററി കാണത്തില്ലായിരിക്കും, ഞാൻ വേണേ വൈകിട്ട് അവന്റെ വീട്ടിൽ ചെന്ന് നോക്കാം. എന്നിട്ട് ഇവനും പറഞ്ഞ ഉടനെ ഷൗമി ലിന്നും കൂടെ അവരും കൂടെ വരാൻ പറയും. അങ്ങനെ രാത്രി വരെ ഇവരും കുറെ സമയം കോളിംഗ് ബെൽ അടിച്ചു നോക്കുമ്പോഴാണ് അവിടെ കാര്യം കാണത്തില്ല. അതോടെ ഷൗമി അപ്സെറ്റ് ആയിരിക്കുമ്പം യുവാനാണ് വല്ലതും പുറത്തേക്ക് കാണുന്ന പറഞ്ഞ് അവളെ ആശ്വാസപ്പെടാൻ പറയും. അപ്പോഴാണ് അവിടേക്ക് രൂക്ഷി നടന്നു വരുന്നത്. ഇത് കണ്ട് അവളാണ് അടുത്തേക്ക് ഓടി ചെന്നിട്ട് രൂക്ഷി നീ എന്താ ഫോൺ വിളിച്ചെടുക്കാത്ത, ഇന്ന് രാവിലെ തൊട്ട് നിന്നായിട്ട് വിളിക്കുമായിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിട്ട് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും സോറി ഷൗമി എന്റെ ഫോൺ ഓഫ് ആയി പോയെന്ന് തോന്നുന്നു, എന്റെ അമ്മ ഇപ്പോഴും ആശുപത്രിയില്ല, അതുകൊണ്ട് ഫുൾ ഡേ ഞാൻ അവിടെ ആയിരുന്നു. എന്നിട്ട് ഇവനും പറയുമ്പം ഷൗമിയാണ് ആന്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ യുവാനും ഡോക്ടർ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം ഡോക്ടർ ഇപ്പോഴും അമ്മയെ ചെക്ക് ചെയ്തോണ്ടിരിക്കുവാന്ന് അവൻ ഇവരെ സമാനപ്പെടാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് യുവാനാണ് എടാ രൂക്ഷി എന്റെ അച്ഛന്റെ കൂട്ടുകാരൻ അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് നിങ്ങളെ നോക്കിക്കോളാൻ പറയാം. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇവനെ കണ്ട് ഷൗമിയും നീ രാവിലെ തൊട്ടെല്ലാം ഫുഡ് കഴിച്ചിരുന്നാന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഞാനെല്ലാം കഴിച്ച്, ഞാനിപ്പോ വീട്ടിലേക്ക് വന്നത് എന്റെ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയാണ്, കാരണം കുറച്ച് ദിവസം കൂടെ എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വരും, എങ്കിൽ പിന്നെ ഞാനൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ. എന്നിട്ട് ഇവനും ചോദിക്കുമ്പോൾ ഷൗമി ഞാനും സഹായിക്കാന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ അകത്തേക്ക് കയറി ചെല്ലും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം യുവാന് രൂക്ഷ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൻ അവിടേക്ക് വരുന്നിട്ട് എടാ രൂക്ഷി ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞായിരുന്നു, അച്ഛന്റെ കൂട്ടുകാരോ നഴ്സിനെ പറഞ്ഞയച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ നിന്റെ അമ്മയെ സുരക്ഷയായിട്ട് നോക്കിക്കോളും, അതുകൊണ്ട് നീ ഉറക്കം കളയാതെ റെസ്റ്റ് എടുത്തോ. എന്നിട്ട് ഇവനും പറയുമ്പോൾ രൂക്ഷിയും താങ്ക്സ് റാ, പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലേ, എന്റെ ആന്റി വേറെ ഒരാൾ ഒപ്പിച്ചിട്ടുണ്ട് എന്റെ അമ്മയെ നോക്കാൻ വേണ്ടി. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് യുവാനും എന്നാലും കുഴപ്പമില്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് അപ്പം തന്നെ പറയണേ, നീ മടിച്ചിരിക്കല്, എനിക്കൊരു സഹായമുണ്ട് പക്ഷെ അതെനിക്ക് വേണ്ടിയില്ല ഷൗമിക്ക് വേണ്ടിയാ, കാരണം ഡ്രാമയ്ക്ക് വേണ്ടി കുറെ ആൾക്കാർ ഒപ്പിക്കണം, നീ പറ്റുന്ന ആൾക്കാരൊക്കെ ഒപ്പിക്കാവോ, ഷൗമിക്ക് അതൊരു സഹായമായിരിക്കും. എന്നിട്ട് ഇവൻ യുവാനോട് ചിരിച്ച് സംസാരിച്ചിട്ട് അവൻ അവിടെ നിന്ന് സങ്കടത്തിലായിരിക്കും പോകുന്നത്, കാരണം അവന്റെ അമ്മയുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാ. ഇതേസമയം യുവാനാണ് ഇവന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞ ആലോചിച്ച് നോക്കും, യുവാൻ നിനക്ക് ജർമ്മനി അഡ്മിഷൻ കിട്ടിയല്ലേ, നീ എപ്പോഴും ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് എന്നിനെ സാറും ചോദിക്കുമ്പോൾ അവനെ ആലോചിച്ചിട്ട് പറയാൻ പറയും. അങ്ങനെ അവന് ഇപ്പൊ ആ ടെൻഷനിലാണ് ഉള്ളത്. അപ്പോഴാണ് അവിടേക്ക് ലിന്നും വരുന്നത്. യുവാൻ നിനക്ക് തലവേദന ഉണ്ടെങ്കിൽ ജ്യൂസ് കുടിച്ചോ, നീ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് അവനും ലിൻ നീ എനിക്കൊരു സഹായം ചെയ്യാം, ഷൗമി ഡ്രാമയ്ക്ക് വേണ്ടി നമുക്ക് കുറച്ച് ആൾക്കാർ ഒപ്പിക്കാനുണ്ട്. എന്നിട്ട് അവനും പറഞ്ഞോടെ ഇവിടെ യുവാന് ഷൗമി ഡ്രാമയ്ക്ക് കുറെ ആൾക്കാർ ഒപ്പിച്ച് വയ്ക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ ഷോക്കായിട്ട് ഓ യുവാൻ ഇത്രയും പേര് വരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞാൻ നിനക്ക് താങ്ക്സ് പറയണ്ട. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്തായാലും നമ്മൾ സ്കൂളിൽ നടക്കാൻ വന്ന അവസാനത്തെ ഫെസ്റ്റിവൽ അല്ലേ, എല്ലാവർക്കും ചേരാൻ ആഗ്രഹം കാണും, പിന്നെ നിങ്ങൾ ആരെങ്കിലും യൂഹാനെ കണ്ടായിരുന്നോ. എന്നിട്ട് അവന്റെ കൂട്ടുകാരെ കുറിച്ച് തിരക്കുമ്പോൾ രൂക്ഷയാണ് അവൾ സ്വിമ്മിംഗ് കോമ്പറ്റീഷന് ബിസി ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവനെ സമാനപ്പെടാൻ പറയും. അതിനുശേഷം ഷൗമി വന്നേക്കുന്ന എല്ലാവർക്കും അവളുടെ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോഴാണ് ഇവരുടെ ഡ്രാമയാണ് ഒരു ഹീറോയിനും പ്രിൻസസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് ഈ കഥയിൽ റൊമാൻസ് ഒന്നുമില്ല. അങ്ങനെ അവരൊക്കെ അത് വായിച്ചു നോക്കിയിട്ട് ഇത് ഫുള്ളും തമാശയാണല്ലേ ഷൗമി എന്ന് പറഞ്ഞ് അവർക്കെല്ലാം അത് ഇഷ്ടപ്പെടും. അപ്പോഴാണ് രൂക്ഷ അടുത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നിന്റെ സ്ക്രിപ്റ്റ് ഫേമസ് ആവുന്നു. എന്നിട്ട് അവളെ കുറിച്ച് പൊക്കി പറയുമ്പം അവിടേക്കാണ് ജിൻ വരും. അളിയ രൂക്ഷി ഈ കഥയിലെ ഹീറോ നീ ആയിരിക്കണം. എന്നിട്ട് അവനും പറയുമ്പം ഷൗമിയാണ് ഇവനാര് ഹീറോയുടെ ചൂസ് ചെയ്തെന്ന് പറഞ്ഞ് അവളാണ് കളിയാക്കും. അപ്പോഴാണ് അവിടേക്ക് യുവാൻ വരുന്നത്. ഗൈസ് നമ്മൾ വന്നേക്കുന്ന എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, അതുകൊണ്ട് നമ്മളായിട്ട് ക്യാരക്ടർ ചൂസ് ചെയ്യാതെ ഒരു പേപ്പറിനകത്ത് എഴുതി ഓരോരുത്തരായിട്ട് എടുക്കാൻ പറയാം, എന്നാലും ആരും വിഷമിക്കാതിരിക്കത്തുള്ളൂ. എന്നിട്ട് അവന്റെ ഐഡിയ യൂസ് ചെയ്ത് ഇവരുടെ ഒരു പേപ്പർ ചൂസ് ചെയ്തെടുക്കുമ്പോഴാണ് ലീയാണ് ഷോക്കായിട്ട് എന്റെ ദൈവമേ എനിക്ക് ഹീറോ ആകാൻ ആഗ്രഹമില്ല, പക്ഷെ എനിക്കൊരു ആണുങ്ങളുടെ ക്യാരക്ടറാണ്, ഇതെന്തോ അമ്മുമ്മയോ. എന്നിട്ട് അവനും മൊത്തം തകർന്നു ഇരിക്കും. ഇതേസമയം ഷൗവിയും ജിന്നും കൂടെ അവരുടെ ക്യാരക്ടർ നോക്കുമ്പോഴാണ് രണ്ടുപേർക്കും പ്രിൻസസിന്റെ ബോഡി ഗാർഡായിട്ടാണ് കിട്ടിയേക്കുന്നത്. അതേസമയം ഷൗമിയും ലിന്നിന് എന്തോ കിട്ടിയെന്ന് പറഞ്ഞ് അടുത്തേക്ക് നോക്കുമ്പോൾ അവളാണ് കുറച്ച് സങ്കടത്തി ഒരു ജോലിക്കാരിയാന്ന് പറയും. അപ്പോഴാണ് അവസാനം ബാക്കിയുള്ള ഒരു പേപ്പർ ഹീറോയിനാന്ന് അറിഞ്ഞ ഉടനെ ഷൗമിയാണ് അത് അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ലിൻഡെ കൊടുക്കും. അപ്പോഴാണ് ലിന്നും ഷൗമി എനിക്കൊന്നും വേണ്ട, നീയല്ലേ ഈ കഥ എഴുതിയത്, അതുകൊണ്ട് നീ ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹീറോയിൻ. എന്നിട്ട് അവള് പറഞ്ഞാലും ഞാൻ ഈ കഥ എഴുതിയത് തന്നെ നിന്നെ ഹീറോയിനായിട്ട് കണ്ടിട്ടാന്ന് ഷൗമി അത് അവൾക്ക് കൊടുക്കും. അപ്പോഴാണ് ഇതൊക്കെ കണ്ടോണ്ടിരുന്ന രൂക്ഷാനെ സന്തോഷപ്പെടും. പക്ഷെ ഇതേ സമയം കഥയിലെ ഹീറോ യുവാനായിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവരെല്ലാം കളിയാക്കി പോകുമ്പോഴാണ് മറ്റേവരുടെ റൂംമേറ്റ് ആണ് ദേഷ്യത്തെ അടുത്തേക്ക് വരും. ഷൗമി എനിക്ക് പ്രിൻസസ് കിട്ടിയ പക്ഷെ എനിക്കിത് വേണ്ട, കാരണം എന്റെ പൈസ അടിച്ചു മാറ്റുള്ളോട് എനിക്ക് ഫ്രണ്ട്സിനെ പോലെ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവളും പറഞ്ഞ ഉടനെ ലിന്നാണ് കുറച്ച് സങ്കടത്തി എങ്കിൽ പിന്നെ ഞാൻ വേണേ ഈ ഡ്രാമയിൽ നിന്ന് പുറത്തേക്ക് പോയേക്കാം, ഞാൻ കാരണം വെറുതെ പ്രശ്നം ഉണ്ടാവണ്ട. എന്നിട്ട് അവള് മനഃപൂർവ്വം പോകാൻ നോക്കുമ്പോൾ യുവാനാണ് അവളെ തടയും. ലിൻ എന്തായാലും സ്കൂളിൽ നടന്ന പ്രൊമോഷൻ വീഡിയോക്കകത്ത് നീയല്ലേ ഹീറോയിനായിട്ട് ആക്ട് ചെയ്ത, അവിടെ നിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആണ്, പിന്നെ നിങ്ങൾ കിട്ടിയ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളാണ് വേറെ ആരോടെങ്കിലും സംസാരിച്ച് ചേഞ്ച് ചെയ്തോ.
എന്നിന് അവനും പറഞ്ഞ ഉടനെ ലിയാണ് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വരും. എടി നിനക്ക് പ്രിൻസസ് ആവണ്ടെങ്കിൽ എനിക്കിങ്ങ് തന്നേരി, ഒരു അമ്മൂമ്മയെക്കാളും ഞാൻ പ്രിൻസസ് എങ്കിലും ആയിക്കോട്ടെ എന്നിന് ഇവനും പറഞ്ഞ ഉടനെ എല്ലാരും കൂടെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവൾ ഇത് കേട്ടിട്ട് എനിക്ക് അമ്മൂമ്മയെക്കാളും ഒരു വില്ലനായാൽ മതി, വേറെ ആർക്കെങ്കിലും പ്രിൻസസ് ആണോ എന്നിന് അവളും ചോദിക്കുമ്പോൾ ഷൗയാണ് അടുത്തേക്ക് വന്നിട്ട് എങ്കിൽ പിന്നെ നീ എന്റെ റോൾ എടുത്തോ, ഇത് ജസ്റ്റ് ഒരു ബോഡി ഗാർഡാ എന്നിന് ഇവർ സംസാരിച്ചിട്ട് എല്ലാരും കൂടെ വേറെ ക്യാരക്ടർ ആണെന്ന് പറയുമ്പോൾ യുവാന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ദേഷ്യപ്പെടും. എന്തുവാണ് ഇത്ര നല്ല ക്യാരക്ടർ ഇട്ടിട്ട് നിങ്ങൾക്കതൊന്നും വേണ്ടെന്നോ, മിക്കുള്ള എല്ലാ പ്രധാനപ്പെട്ട ക്യാരക്ടറും നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന്, ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ ചീറ്റ് ചെയ്തായിരിക്കും എന്നിന് 2 ക്ലാസ് തമ്മിൽ വഴക്കാകുമ്പോഴാണ് ഇവിടെ രൂക്ഷയാണ് മൊത്തത്തിൽ ബ്ലാങ്ക് ആയിട്ടിരിക്കുക. കാരണം അവന്റെ വീട്ടിലെ അവസ്ഥ കുറച്ച് മോശമാണ്. അങ്ങനെ എല്ലാരും കൂടെ ഒന്നും കൂടെ നമുക്ക് ഡ്രോ ചെയ്തെടുക്കാന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഷൗമിയാണ് അവരോടൊക്കെ പറയും ഗായ്സ് ഇതെന്തായാലും ഒരു ഡ്രാമയാണ്, അതിനകത്തുള്ള ക്യാരക്ടർ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും അതേപോലെ ആണെന്നില്ല, അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു വിചാരിക്കുന്നു എന്നിന് അവളും പറഞ്ഞ ഉടനെ ഇവരെല്ലാം മനസ്സറിയിട്ട് എങ്കിൽ പിന്നെ നമ്മൾ ഫെസ്റ്റിവൽ മാത്രം ഫോക്കസ് ചെയ്യാന്ന് അവരെല്ലാം ഹാപ്പി ആകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് രൂക്ഷയാണ് ക്ഷീണിച്ച് ഉറക്കില്ലാതിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളും ഇവന് കുറച്ച് എനർജി കൊടുക്കാൻ വേണ്ടി അവൾ അവിടെ നിന്ന് പിയാനോ ചെന്ന് വായിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ചിരിച്ചോണ്ട് പതിവളുടെ അടുത്തേക്ക് വരും. രൂക്ഷി നിനക്ക് വയ്യെങ്കിൽ ഞാൻ നിനക്ക് മാത്രം ഒരു 2-3 ദിവസം ലീവ് വരാം, നീ പിന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി, പിന്നെ നിനക്കെല്ലാം കഴിക്കാമാണ് ഞാൻ വാങ്ങിച്ചോണ്ട് തരാം എന്നിന് ഇവളും ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവൻ അവളെ ഹഗ് ചെയ്യാൻ വേണ്ടി പോകും. അതോടെ അവള് കുറച്ച് ഷോക്കായിരിക്കുന്നുണ്ട്. ഇവനാണ് പെട്ടെന്ന് പിന്മാറിയിട്ട് പറയും സോറി ഞാൻ നിന്നെ പേടിപ്പിച്ചോ, എങ്കിൽ പിന്നെ നിന്റെ കൈ എന്താ, എനിക്ക് കുറച്ച് എനർജി വേണം എന്നിന് അവൻ അവളുടെ അടുത്ത് നിന്ന് കുറച്ച് എനർജി ഷെയർ ചെയ്യുമ്പോഴാണ് അവളാണ് സന്തോഷത്തി ശരി എന്നാ എങ്കിൽ പിന്നെ ഞാൻ എന്റെ എനർജിയൊക്കെ നിനക്കെന്ന്, അതിന് പകരം നീ എനിക്ക് ഒന്ന് തരാൻ പോന്നെ എന്നിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും ഓ മാഡം എന്റെ എനർജി ഫുള്ളാക്കിയതുകൊണ്ട് നിങ്ങൾ എന്തോ ചോദിച്ചാലും ഞാൻ ചെയ്യാം എന്നിന് ഇവനും പറഞ്ഞ ഉടനെ അവളാണ് എങ്കിൽ പിന്നെ ഇപ്പൊ ഇവൾക്ക് വേണ്ടി ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാട്ട് പാടി തരണമെന്ന് അവനെടുത്ത് പിയാനോ വായിച്ചോണ്ടിരിക്കും. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് ഇവരുടെ സ്കൂൾ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇവരെല്ലാം ആദ്യം പാട്ട് പാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ലിന്നാണ് ഇതുവരെ സ്കൂളിൽ എത്തി കാണത്തില്ല. അതോടെ മ്യൂസിക് സാറാൻ ടെൻഷനായി ഈ സമയത്ത് അവൾ എവിടെ പോയെന്ന് പറഞ്ഞ് മെയിൻ സിംഗർ ആയിട്ട് അവളുടെ റൂംമേറ്റിനെ ചൂസ് ചെയ്യും. പക്ഷെ ഇവളാണ് മൊത്തത്തിൽ പേടിച്ചു പോയിരിക്കുമ്പോൾ സാറാണ് വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് അവളെ നിർത്തിപ്പിച്ചായിരിക്കും പാടിപ്പിക്കുന്നത്. അങ്ങനെ അത് അവസാനം പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞാലും അടുത്ത് ഇവർക്ക് ഡ്രാമ ചെയ്യാനുണ്ട്. അപ്പര് ലിൻ വരാത്തോണ്ട് ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നമെന്ന് പറഞ്ഞ് ഷൗമിയുടെ ടെൻഷൻ ആയിരിക്കും. അപ്പരാണ് ഇതുകൊണ്ട് രൂക്ഷ എടുത്തേക്ക് വന്നിട്ട് ഷൗമി നീ ഒന്ന് ടെൻഷൻ ആവണ്ട, ഞാൻ ടീച്ചറിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയൊക്കെ പെർഫോമൻസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കണം, അതുകൊണ്ട് ഹീറോയിൻ റോൾ നിനക്ക് തന്നെ ചെയ്തോളാം, നിനക്കല്ലേ എല്ലാവരെക്കാളും കഥ അറിയാന്ന് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളാണ് ഞാനോ വേണ്ട ലിൻ എന്തായാലും വരുമായിരിക്കും, ഞാൻ പോയി അവളെ വിളിച്ചോണ്ടരാം, ഷൗമി നീ ഇപ്പൊ ഇവിടെ നിന്ന് പോയാലും നീ ഇവിടെ വരുമ്പോഴേക്കും ഡ്രാമ മൊത്തത്തിൽ അങ്ങ് തീരും, ഇനി അവൾ വന്നാലും താമസിക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് നീ തന്നെ ആക്ട് ചെയ്യും എന്നിന് ഇവനും കൂടെ പറയുമ്പോഴാണ് അവളാണ് അത് കേട്ട് എങ്കിൽ പിന്നെ എന്റെ റോൾ ആരാ ചെയ്യാൻ പോന്ന്, ഷൗമി അതിന് എന്റെ തന്നേര്, ഞാൻ പിയാനോ വായിച്ചോണ്ട് നിന്റെ റോൾ ഒരു വോയിസ് ഓവർ ആയിട്ട് തരാം എന്നിന് അവരൊക്കെ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് അവിടേക്കാണ് യുവാന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് വരും. അങ്ങനെ ഇവളെ കണ്ട് ഷൗമ്യം അവളുടെ റോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളാണ് പ്രാക്ടീസ് ചെയ്യാതെ ഞാൻ എങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഷൗമ്യം ഇവൾ റേഡിയോയിലൊക്കെ എപ്പോഴും സംസാരിക്കുന്നുണ്ട്, ഇവളെ കൊണ്ട് ഇത് പറ്റുമെന്ന് പറഞ്ഞ ഉടനെ അവൾക്കും കോൺഫിഡന്റ് ആകും. അതിനുശേഷം ഇവല്ല ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് രൂക്ഷയാണ് അവളോട് ഷൗമി നീ ചെന്ന് പ്രാക്ടീസ് ചെയ്തോ, ഞാൻ ലിന്നെ വിളിച്ചു നോക്കാം എന്നിന് അവൻ ഇവള് പറഞ്ഞു വെച്ചിട്ട് ലിന്നെ ഫോൺ വിളിച്ചോണ്ടിരിക്കും. അതേസമയം അവളുടെ ഫോണാണ് അവളുടെ ചേട്ടന്റെ കയ്യില്ല. എന്തോ അടി കുറെ തവണ നിന്നെ കുറെ പേര് വിളിക്കുന്നല്ലേ, അതിനുമ്പ് നീ സെലിബ്രിറ്റി ആയ, ഓ ഇതേതോ ലവിന്റെ ഇമോജി കൊണ്ടല്ലേ ഇതാരെ വിളിക്കുന്ന എന്ന് അവനും പറയുമ്പോൾ തന്നെ ഇവൾക്ക് മനസ്സിലാവും രൂക്ഷ ഫോൺ വിളിക്കുന്നതെന്ന്. കാരണം ഇവനിപ്പോ അവളെ റൂമിൽ വെച്ച് അടച്ചിട്ടേക്കുക, പൈസ തന്നാലേ അവൻ അവളെ പുറത്തെടുത്തുള്ളു. അപ്പോഴാണ് അവളും ദേഷ്യത്തി എടാ എനിക്കിപ്പോ സ്കൂളിൽ പോയാൽ പറ്റത്തുള്ളൂ, എനിക്കൊരു ഡ്രാമയുണ്ട്, ഞാൻ പോയില്ലെങ്കിൽ മൊത്തത്തിൽ കൊളാകുമോ എങ്കിൽ പിന്നെ അതല്ലേ എനിക്കും വേണ്ട, നിന്നെ നാണം കെടുത്തി കാണുന്നത് എനിക്കൊരു ഭയങ്കര സന്തോഷം എന്ന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളാണ് ചേട്ടാ ഇന്നത്തോടെ ഞാൻ നിന്നെ ചേട്ടാന്ന് വിളിക്കാം, ഇപ്പൊ നീ എനിക്ക് ആ ഫോം മാത്രം തരാമോ എന്നിട്ട് ഇവള് കെഞ്ചി വെക്കുമ്പോൾ അവനാണ് വിസിലടിച്ചോണ്ട് ഇവളെ ടാക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ഷൗമ്യം കുറച്ച് ടെൻഷനായിട്ടിരിക്കുമ്പോഴാണ് യുവാൻ അടുത്തേക്കും സമാനപ്പെടാൻ നോക്കും. പക്ഷെ അവിടേക്ക് രൂക്ഷ്യം വന്ന ഉടനെ ഇവ വന്ന വഴിക്ക് തന്നെ അവിടെ നിന്ന് പോകും. ഷൗമി നീ പേടിക്കരിക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നീ ഡ്രാമ ആക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓഡിയൻസ് എല്ലാം നിന്നെ പോലെ പന്നിക്കുട്ടിയായിട്ട് കണ്ടാൽ മതി എന്നിന് അവനും പറഞ്ഞ ഉടനെ അവളാണ് പെട്ടെന്ന് ചിരിക്കും. അതിനുശേഷം ഇവരുടെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഹീറോയിൻ ഷൗമിയും അവളുടെ റൂംമേറ്റ് പ്രിൻസസും കൂടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാ. പക്ഷെ ഒരു ജോലിക്കാരിയായിട്ട് ഹീറോയിനായിട്ടുള്ള ഷൗമി അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവള് പോയ സമയം നോക്കി ഒരു വില്ലൻ വന്ന് പ്രിൻസസിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോകും. അപ്പോഴാണ് ഇതറിഞ്ഞ അമ്മൂമ്മയായ നമ്മുടെ ലീയും എടാ നാണില്ലാത്തവരെ, ഞാൻ പാലൊടിക്കാൻ പോയ സമയത്ത് പ്രിൻസസിനെ ആരാണ് തട്ടിക്കൊണ്ടുപോയി, ഒരു ബോഡി ഗാർഡായിട്ട് നിങ്ങളൊക്കെ എന്തോടാ ചെയ്ത് എന്നിന് അവൻ ചോദിക്കുമ്പോൾ ജിന്നാണ് വിഷമിച്ച് നിങ്ങൾക്ക് പാലെടുക്കാൻ പോയി തന്നെ ഞാൻ മരിച്ചു വന്ന് അവരൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഹീറോ ആയിട്ടുള്ള നമ്മുടെ യുവാൻ അവിടേക്ക് വന്ന് ആ വില്ലനെ എതിർത്ത് പ്രിൻസസിനെ രക്ഷിക്കും. അങ്ങനെ അവസാനം ഇവരുടെ ഡ്രാമ ചെയ്തെടുക്കുമ്പോഴാണ് ഷൗമി അപ്പൊ തന്നെ ലിന്നിനെ ആയിരിക്കും ഫോൺ വിളിച്ചു നോക്കുന്നത്. പക്ഷെ അവളുടെ ഫോൺ എടുക്കത്തോണ്ട് ഇവള് മൊത്തത്തിൽ വെപ്രാളത്തിരിക്കുക. അപ്പോഴാണ് ഇവരൊക്കെ അവളെ വിളിച്ചിട്ട് ഷൗമി ഈ ഡ്രാമ പൊളിക്കാൻ കാരണം തന്നെ നീയാ, ആ ടീച്ചേഴ്സിനെ കണ്ടില്ലേ അവരൊക്കെ മൊത്തത്തിൽ എൻജോയ് ചെയ്യുന്ന തോന്നുന്നത് എന്നിന് അവരൊക്കെ സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അവളും കുറെ സമയം ഫോൺ വിളിച്ചു നോക്കുമ്പോൾ രൂക്ഷയുടെ ഫോണിലേക്കാണ് ലിൻ വിളിക്കും. ഇതോടെ അവന് ഷൗമിയുടെ കൊടുത്ത ഉടനെ അവളാൻ ടെൻഷനായി പെട്ടെന്ന് ഫോൺ കിട്ടിയിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഇവെല്ലാം പേടിച്ചു പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ചേട്ടനെ ഫോൺ എടുത്തെന്ന് ഷൗമിയും പറയും. അപ്പോഴാണ് ഇവനും ഫസ്റ്റ് ഈ കാര്യം ടീച്ചറിനോട് പറഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ അടുത്ത സീനി ഇവർ 3 പേരും കൂടെ അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ്
ഇത് കണ്ട അവനും ഓലിൻ നിന്നെ അന്വേഷിച്ച് ഒരു 3 ട്രൂ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടല്ലോ, എന്താ പറയണ അവരോട്, നിന്നെ അടച്ചിട്ടേക്കുവാണെന്നാണോ? എന്നിട്ട് ഇവനും ചോദിക്കുമ്പോൾ അകത്തിരുന്ന് ലിന്റെ ശബ്ദം കേൾക്കും. അപ്പനാണ് ഷൗമിയും പേടിച്ചിട്ട് മര്യാദയ്ക്ക് അവള് പുറത്തേക്ക് വിടറാ, ഞങ്ങൾ ടീച്ചറിനോട് പോലീസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ നിന്നെ ഫോളോ ചെയ്ത് ഇപ്പൊ തന്നെ വരും. എന്നിട്ട് ഇവര് 3 പേരും കൂടെ അവനെ പേടിപ്പിക്കുമ്പോൾ അവനാണത് വലിയ കാര്യമായിട്ട് എടുക്കാതെ അതിന് ഞാനെന്തോ തെറ്റിയത്, ഞങ്ങളുടെ റൂമിന്റെ ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുറച്ച് പൈസ തരുവാണ്, ഞാൻ ഇപ്പൊ തന്നെ അവൾ എങ്ങനെയൊക്കെ രക്ഷിക്കാം, നിങ്ങൾക്ക് അവളുടെ ഫ്രണ്ട്സ് അല്ലേ, പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കോ. എന്നിട്ട് അവനും പറയുമ്പം രൂക്ഷാണ് ദേഷ്യപ്പെടും. അതോടെ അവനാണ് ഓ അപ്പൊ 3 പേരും എന്നെ അടിച്ച് പഞ്ഞിക്കിടാനാണെന്ന്, എങ്കിൽ പിന്നെ വാടാ നമുക്ക് ഫൈറ്റ് ചെയ്യാം. എന്നിട്ട് അവനും പറഞ്ഞ ഉടനെ ഷൗമിയാണ് ദേഷ്യത്തി ഞങ്ങൾ അടിക്കത്തില്ലടാ, അടിക്കാൻ വേണ്ടി ഒരു ഗ്യാങ്സ്റ്റർ ആൾക്കാർ എന്ന് പറഞ്ഞ് ഇവരുടെ ഫ്രണ്ട്സിനെല്ലാം ഗ്യാങ്സ്റ്റർ ലുക്കി വിളിച്ചോണ്ട് വരും. You said no, 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 I said no, 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 no. You say take me home, I said don't bury me. You said no, 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 I said no, 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 no. No, 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 no. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.